PMCയിൽ ഒപ്പുവെച്ചാൽ ആ സിലബസ് പഠിക്കേണ്ടി വരുമെന്ന് അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിന്റെ കാര്യമല്ല. ആദ്യം പറഞ്ഞത് എനിക്ക് ഉത്തരം വേണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആദ്യം പറഞ്ഞത് അതിന്റെ നോംസ് വായിക്കുകയാണ് ചെയ്തത്. ആ നോംസ് പ്രകാരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനം പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഒരു ഹെഡിനെ പഠിപ്പിക്കില്ല, നിങ്ങൾ ഒരു വീഡിയോ സമർപ്പണത്തിൽ പഠിപ്പിക്കില്ല. അങ്ങനെയല്ല നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം, നിങ്ങളുടെ നേതാക്കൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ പഠിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും കേരളത്തിൽ അത് നടക്കാത്ത ആഗ്രഹമായിരിക്കും. ഇപ്പോൾ PM ഉഷ പദ്ധതി നിങ്ങൾ പ്രഖ്യാപിച്ച നിലയ്ക്ക് ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ചെറുക്കാൻ കഴിയുന്ന, സംസ്ഥാനത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്ത ചരിത്രമുള്ള, അതിൽ വിശ്വാസമുള്ള ഒരു സർക്കാരിന്റെ പ്രതിനിധിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത് നടക്കാത്ത ആഗ്രഹമായിരിക്കും എന്ന്. മാധു, സംസ്ഥാനത്തെ ജനങ്ങൾ മൊത്തം കൊണ്ട് പറയണ്ട, ഇവിടുത്തെ അതാ അവരെ ഞാൻ പറയുന്നത്. ഇത് ഇടതുപക്ഷത്തിന് താല്പര്യമില്ല എന്നങ്ങോട്ട് പറയും, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ജൻധൻ്റെ അക്കൗണ്ട് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആയുഷ്മാൻ ഭാരത് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞു? ഇതൊക്കെ ഇവർ മുമ്പും പറയും എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. അതിനകത്തൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ PM ശ്രീ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ സിലബസിലും വരേണ്ടി വരും, മുഴുവൻ സംവിധാനങ്ങളിലും വരേണ്ടി വരും. ഇവിടെ എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, ഈ ഇരു കൂട്ടർ, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ LDF ആയിക്കോട്ടെ, ഇരു കൂട്ടരും പറയുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദം എന്ന്. അത് പറയുമ്പോൾ തന്നെ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് സർക്കാരിന് അങ്ങനെ ഒരു ന്യായമുണ്ടോ? ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇരുന്നിട്ട് പറയും സമ്മർദ്ദം എന്ന് പറയും, പക്ഷെ അവരവിടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അതായത് BJP സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതി അവിടുത്തെ കോൺഗ്രസ് സർക്കാരിനോടും കൂടെ വലിയൊരു മഹത്തരമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനി ഇവിടെ ഇന്നലെ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്നുള്ള ശ്രീ V ശിവൻകുട്ടി എന്താ പറഞ്ഞത്? NEP എന്താ പ്രശ്നം? ലോകാവസാനം വരെ ചേർക്കാൻ കഴിയില്ല. NEP എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത്? അത് ഈ സനോജ് പറയട്ടെ. അതായത് ഇവരുടെ തന്നെ മന്ത്രി പറയുന്ന NEP എന്താ പ്രശ്നം എന്ന്. അപ്പൊ NEP പ്രശ്നമൊന്നും ഇല്ലാന്ന്. NEP അല്ല മാധുവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്കാണ്. ഇത് അവസാനം ഇവർക്ക് സമ്മതിക്കേണ്ടത്, ഒന്ന്, വൈകി ഉദിക്കുന്ന ബുദ്ധി; രണ്ട്, ഇവർക്ക് എന്തു വന്നാലും BJP സർക്കാർ എന്ത് കൊണ്ടുവന്നാലും ഇതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഈ കാര്യമൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇവിടുത്തെ പ്രശ്നം തരുമോ? ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പഠിക്കണം. ഇപ്പോൾ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ, ഗുപ്ത ഡൈനാസ്റ്റി, നമ്മൾ അതിനെക്കുറിച്ച് ഹിസ്റ്ററിയിൽ എത്ര പഠിക്കുന്നുണ്ട്? ചോള ഡൈനാസ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അഹോം, ഈ അസാമിലുള്ള ഒരു ഡൈനാസ്റ്റി, ഏകദേശം 600 വർഷത്തോളം ഈ രാജ്യം ഭരിച്ചതാണ് അഹോം എന്ന് പറയുന്ന ഡൈനാസ്റ്റി. അവരെക്കുറിച്ച് നമ്മൾ എത്ര പഠിക്കുന്നുണ്ട്? ഇനി അതൊന്നുമല്ല, നമ്മൾ ഓൾജിബ്ര പഠിക്കുമ്പോൾ ഈ പൈതഗോറസ് തിയറം പഠിക്കും. A² + B² = C². അത് പൈതഗോറ ചെയ്യുന്നതിന് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൗദ്ധായന സുലഭ സൂത്രങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചിരുന്നു എന്ന്. അപ്പോൾ ഇതൊന്നും പറയാതെ, ഈ നാടിൻ്റെ യഥാർത്ഥ ചരിത്രം പറയാതെ ഇരുന്നാൽ അതിനെയും കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഭാഗമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്ന്, ഇവിടെ സവർക്കർ കാല് പിടിച്ച കാര്യമൊക്കെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി, അല്ല മാപ്പെഴുതി എന്നൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. സവർക്കറെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനൊന്നുമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള S.A. ഡാങ്കയുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് എഴുതിയിട്ടുള്ള ഒരു കത്ത് ഞാൻ വായിക്കാം. I beg to inform your excellency that those years are unnecessary as I have never been positively disloyal towards his majesty. എന്നിട്ട് അതിൻ്റെ അവസാനം ഏറ്റവും പറയുന്നു, യുവർ എക്സലൻസി ഈസ് മോസ്റ്റ് ഒബീഡിയൻറ്റ് സർവൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ എഴുത്തിലോ പ്രസംഗത്തിലോ ഒരിക്കലും തിരുമനസ്സിനോട് അവിശ്വാസത കാണിച്ചില്ല. എന്നിട്ട് ഏറ്റവും അവസാനം അങ്ങയുടെ ഏറ്റവും അനുസരണയുള്ള ദാസൻ അടിമയെന്ന്. അപ്പോൾ ഇങ്ങനെ സ്വയം ദാസനാണ്, സ്വയം അടിമയാണെന്നൊന്നും ഞങ്ങളുടെ നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല, സവർക്കറും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാരാണ് എന്ന് ഈ സനോജ് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഞങ്ങൾ കേന്ദ്ര സർക്കാർ ഏതൊരു പദ്ധതി കൊണ്ടുവന്നെങ്കിലും അതിനെ അനാവശ്യമായിട്ട് എതിർക്കുക എന്നുള്ളത് മാത്രമാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരട്ടെ എന്ന്. ഇവിടെ പഴയ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാ വന്നത്? 1986. നമ്മുടെ രാജ്യത്ത് TV പോയിട്ട് ഓരോ വീടുകളിലും റേഡിയോ പോലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ, മൊബൈൽ ഫോണുകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ രാജ്യവും ലോകവും നമ്മളിപ്പോൾ കാണുന്ന രാജ്യത്തേക്കാൾ ലോകത്തേക്കാൾ എത്രയോ പിന്നിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സിലബസും ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പാഠ്യപദ്ധതികളും ഒക്കെ വരട്ടെ എന്നേ. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെറും 6 ലക്ഷം മാത്രം പോപ്പുലേഷനുള്ള ഒരു രാജ്യത്തിന് 2026 നടക്കാൻ പോകുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിലോട്ട് അവർക്ക് യോഗ്യത ലഭിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത കണ്ടു. ഇവിടെ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു, എന്തേ 140 കോടി ജനങ്ങളോട് നമുക്കതിന് സാധിക്കാതെ. ഇവിടെ നമ്മൾ എനിക്ക് ഒറ്റ കാര്യം കൂടി ചോദിക്കാനുണ്ട്. അങ്ങ് പറയുന്നു PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ സിലബസ് അതിനനുസരിച്ച് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത്. PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ അതിനനുസരിച്ചുള്ള സിലബസ് മാറ്റം എന്ന് എവിടെയാണ് അതിന്റെ മാനദണ്ഡങ്ങളിൽ പറയുന്നത്? പറഞ്ഞുതരാം. സിലബസ് പ്രിപ്പയർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്
as per NCERT as far as possible എന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. സ്റ്റേറ്റിന്റെ ഫ്ലേവേഴ്സ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം എന്നുകൂടി എന്റെ ബാക്കി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ പറഞ്ഞത് പക്ഷേ എന്താണ്, അതിനനുസരിച്ചുള്ള സിലബസ് കൊണ്ടുവരേണ്ടി വരും. ഞങ്ങൾ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിപ്പിക്കും, ഞങ്ങൾ വി ഡി സവർക്കറിനെ കുറിച്ച് പഠിപ്പിക്കും, അത് നിങ്ങൾ പഠിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എവിടെയും സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ വിയോജിക്കാനുള്ള സാധ്യതകൾ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പഠിപ്പിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് സ്റ്റേറ്റ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾക്ക് പറ്റില്ല, പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ചോദിച്ചത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമല്ല. അല്ല, അതെങ്ങനെയാണ് ആരോഗ്യ വകുപ്പിലെ ഒരു പദ്ധതി, വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു പദ്ധതി, അങ്ങനെയാണ് പിന്നെ ഒരൊറ്റ പദ്ധതി നിങ്ങൾക്ക് പ്രഖ്യാപിച്ചാൽ പോരെ? ഇതെല്ലാം കൂടി ഓരോന്നായിട്ട് പറയണം. ഞാൻ ഒരു പദ്ധതിയുടെ കാര്യം, അതിലെ ഏത് നോംസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് ആധികാരികമായി പഠിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും അതല്ല. ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും PMC ആധികാരികമായി പറയുകയാണ്. ആധികാരികമായി ശ്യാംരാജ് പറയുകയാണ് PMCയിൽ ഒപ്പുവെച്ചാൽ ആ സിലബസ് പഠിക്കേണ്ടി വരുമെന്ന്. അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമല്ല. ആദ്യം പറഞ്ഞത് എനിക്ക് ഉത്തരം വേണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആദ്യം പറഞ്ഞത് അതിന്റെ നോംസ് വായിക്കുകയാണ് ചെയ്തത്. ആ നോംസ് പ്രകാരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനം പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഓരോ ഹെഡ്ഗേവാറിനെ പഠിപ്പിക്കില്ല, നിങ്ങൾ ഓരോ VD സവർക്കറിനെ പഠിപ്പിക്കില്ല. അങ്ങനെയല്ല അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് സർക്കാരല്ലേ? അല്ലല്ല, സർക്കാരല്ലേ മാധു? ഞങ്ങളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ ഏത് നാട്ടുകാരുടെ മൊത്തം നിങ്ങൾ എടുക്കണ്ട. നാട്ടുകാരുടെ പഠിപ്പിക്കില്ല. നിങ്ങൾക്ക് അത് സാധ്യമാകുമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നിങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ഉണ്ടല്ലോ, അതുപോലെ മന്ദിരം പണിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമായതുപോലെ ഇതിന് സാധ്യമാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ പഠിപ്പിച്ചേക്കും. അല്ലാതെ സംസ്ഥാന സർക്കാർ വേണ്ട എന്ന് വിചാരിച്ചാൽ ശ്യാംരാജെ നിങ്ങൾ പഠിപ്പിക്കില്ല. അതിനുള്ള നോംസ് PMCയിലില്ല. അതിനുള്ള നോംസ് കാണാമെന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അധികാരത്തിന്റെ ഹുങ്കും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അധികാര ദുർവിനിയോഗത്തിന് നിങ്ങൾക്ക് ജനാധിപത്യത്തെ സാക്ഷിയാക്കി നിർത്തി നിങ്ങൾക്ക് അതിനനുസരിച്ച് കാണിക്കാൻ കഴിയുമെങ്കിൽ അതിന് ഉറപ്പില്ലെങ്കിൽ ജനങ്ങളോട് അതിനുള്ള ബാധ്യത ഇല്ലെങ്കിൽ ശ്യാംരാജ് ഈ നോംസ് നടക്കില്ല എന്ന് പറഞ്ഞത്. ഈ നോംസ് വെച്ച് നടക്കില്ല എന്ന് പറഞ്ഞത്. പറ്റുന്ന നോംസിനെ പറ്റുമെങ്കിൽ വായിച്ചു എന്റെ ഉള്ളിൽ കിടക്കുന്ന ആരാണെന്ന് ശ്യാംരാജ് അളക്കണ്ട. കേട്ടോ, പറ്റുമെങ്കിൽ ഒരു തവണ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ ഹെഡ്ഗേവാറൊന്നും അതിനകത്തില്ല ശ്യാംരാജ. നിങ്ങൾക്ക് അത് വിട് നിങ്ങൾ.